നമസ്കാരം, തലമുറകളിലേക്ക് സ്വാഗതം. ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്തേക്ക് പോയപ്പോൾ തൻ്റെ കീഴിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ അവിടുത്തെ സാമന്ത രാജാക്കന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെ അന്നത്തെ വെട്ടത്ത് സ്വരൂപത്തിന് കീഴിലായി വെട്ടത്ത് നാട് എന്ന രാജ്യം. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത വെട്ടത്ത് പുതിയങ്ങാടിയിലായിരുന്നു വെട്ടത്ത് രാജാവിൻ്റെ രാജധാനി. രാജകുലത്തിലെ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം കച്ചവടക്കാരനിൽ നിന്നും പട്ട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ സ്ത്രീയെ ഭ്രഷ്ടയാക്കുകയും അവളെ ഇസ്ലാം മതത്തിൽ ചേർത്ത് പട്ട് കൊടുത്ത ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവർക്ക് താമസിക്കാൻ താനൂരിൽ ഒരു മണിമാളിക പണിയിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, നഹ എന്ന സ്ഥാനപ്പേര് നൽകി ചങ്ങമ്പള്ളി കുരുക്കൾ എന്ന ആയുധാഭ്യാസികളെ ഇസ്ലാം മതത്തിൽ ചേർത്ത് അവർക്ക് അകമ്പടിയായി നിയമിക്കുകയും ചെയ്തു. നഹ എന്നത് സ്ഥാനപ്പേരായി കിട്ടിയതാണ് എന്നാണ് അനുമാനിക്കുന്നത്. കപ്പിത്താൻ എന്നർത്ഥമുള്ള നഹൂദ എന്ന പദത്തിൽ നിന്നാണ് നഹ എന്ന വാക്കുണ്ടായത്. ഈ പരമ്പരയുടെ പിൻഗാമികളാണത്രേ ഇന്നത്തെ നഹ കുടുംബക്കാർ. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മതരംഗങ്ങളിൽ സമുന്നത സ്ഥാനം വഹിക്കുന്ന നഹ കുടുംബത്തിന്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോഴുള്ളത്. നമുക്ക് ഈ കുടുംബത്തിന്റെ ചരിത്രവും വർത്തമാനവും ചോദിച്ചറിയാം. ഈ സദസ്സിലുള്ള നഹ കുടുംബത്തിലെ പ്രായം കൂടിയ മഹ്മൂദ് നഹ അവർകളാണ് നമ്മളോട് കൂടിയുള്ളത്. ഈ കുടുംബത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സർ, എന്താണ് നഹ കുടുംബത്തിൻ്റെ ചരിത്രം? നഹ കുടുംബത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് 1793 വെട്ടത്ത് രാജാവിൻ്റെ പരമ്പരയിൽ നിന്നും വന്നതാണ്. അവിടെ പഴയ കാലത്ത് ഒരു പേഴ്സി മുസ്ലിം തുണിയും സെൻറ്റും ബാക്കിയുള്ളതൊക്കെ വിൽക്കാൻ കൊണ്ടുവന്ന സമയത്ത് ഈ രണ്ട് മരുമക്കൾ അവർ കുളിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവരിൽ ഒരാൾ അയാളെ കാണുകയും അയാളടുത്ത് വെച്ച സാധനങ്ങളെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സെലക്ട് ചെയ്ത് വേറെ വെക്കുകയും ഇത് കണ്ട് രാജാവ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ പറഞ്ഞ്, ഞാൻ എനിക്കിഷ്ടപ്പെട്ട ചില സാധനങ്ങൾ ഈ വ്യാപാരിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണ്, അറബിയായ വ്യാപാരിൻ്റെ അടുത്ത് വാങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, വാങ്ങിക്കാൻ തയ്യാറില്ല, വാങ്ങി ഇയാളോട് കൊടുക്കാൻ പറഞ്ഞു. അയാൾ കൊടുത്ത് വാങ്ങിയതിന് ശേഷം രാജാവ് പിന്നെ പറഞ്ഞത്, അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരിക, നീ അവളെയും കൊണ്ട് പോവുക. അന്യജാതി ഒരുത്തൻ വന്നിട്ട് ഇവർക്ക് പുടവ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പുറത്താക്കുക എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ ഇസ്ലാമിൽ ചേർത്തിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം എൻ്റെ ആളായിട്ട്. അങ്ങനെ അവരെ ഇസ്ലാമിൽ ചേർക്കുകയും അവരെ പുറത്തു വിടുകയും ചെയ്തു. ആ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട മാതിരി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് രാജാവ് അവരെ ഒഴിവാക്കിയത്. എന്ന് പറഞ്ഞാൽ രാജഭരണം വരെ നിലനിൽക്കുന്ന മാതിരി ഒരു വീട് താനൂരിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി ചെയ്തു കൊടുക്കുകയും അന്നത്തെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുകൾ താനൂർ, ഇങ്ങനെ പരപ്പരങ്ങാടി, ഈ വളകര, മൂന്നിയൂർ, ഈ ഭാഗങ്ങൾ മുഴുവനും അവർക്ക് എഴുതി കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് പിന്നെ മണ്ടായപ്പുറത്ത് മൂപ്പന്മാരെ അവർക്ക്, മൂപ്പന്മാരെന്ന് പറഞ്ഞിട്ട് മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ അവരന്ന് പിന്നെ മാപ്പിളമാരല്ല, അല്ലാത്ത കാലത്ത് ഒരു കൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തിൻ്റെയും മക്കളെയും അവർക്ക് എഴുത്ത് കണക്കപ്പിള്ളമാരായിട്ടും ചങ്ങമ്പള്ളി കുരിക്കന്മാർ അവരും വന്ന് ഇസ്ലാമിൽ വന്നിട്ടില്ല, അവരെ അംഗരക്ഷകരായും നിയമിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് താനൂർ വന്ന് പിന്നെ താമസം തുടങ്ങി. അവർ അന്ന് പഴയ കാലത്ത് മരുമക്കത്തായ സമ്പ്രദായ പ്രകാരമാണ് പിന്നെ സ്വത്ത് ഭാഗിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവരെ കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ കുറേ അന്യാധീനപ്പെടുകയും അതിൽ നിന്നുള്ള ഈ ചില ആൾക്കാർ
അബ്ദുള്ളക്കുട്ടി നഹ, പിന്നെ അബ്ദുറഹ്മാൻ കുട്ടി നഹ, സൈദാലിക്കുട്ടി നഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ, അവർ ഈ സ്വത്തുക്കൾ, പഴയ കാലത്തുള്ള സ്വത്തുക്കൾ ഗവൺമെൻറ് പിടിച്ചെടുത്തപ്പോൾ അത് തിരിച്ചു വാങ്ങാൻ, അതിൽ മൊയ്തീൻ കുട്ടി നഹ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് മുഴുവനും തിരിച്ചു പിടിക്കേണ്ടായത്. ഇങ്ങനെയാണ് ആ തുടക്കത്തിലുള്ള ചരിത്രം. അതാണ് നഹ കുടുംബത്തിലെ സമുന്നതമായ സാമൂഹിക രാഷ്ട്രീയ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഔക്കാദർ കുട്ടി നഹ. 1954 ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പർ, 1987 വരെ 30 വർഷം തുടർച്ചയായി തിരൂരങ്ങാടി MLA ആയും അതിൽ 1969 മുതൽ 1987 വരെ മന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 1988 ഓഗസ്റ്റിൽ നിര്യാതനായി. ഇനിയൊരു ചെറിയ ഇടവേള. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഔക്കാദർ കുട്ടി നഹ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഔക്കാദർ കുട്ടി നഹയുടെ ഓർമ്മകളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഔക്കാദർ കുട്ടിയുടെ ഓർമ്മക്കുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. രണ്ടാമത്തെ മകനാണ് ഇത്, പിന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഞങ്ങളൊക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ അദ്ദേഹം 17 വർഷം മിനിസ്റ്ററായിട്ടിരുന്നുണ്ട്. പല എല്ലാ വിഭാഗം എല്ലാ വിഭാഗം കാര്യങ്ങളിലും അദ്ദേഹം ഫുഡ് മിനിസ്റ്ററായിരുന്നു, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്ററായിരുന്നു, ഫിഷറീസ് മിനിസ്റ്ററായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇങ്ങനെ പലതും അദ്ദേഹം പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹം വളരെ നല്ല വിജയപ്രദമായ നിലക്കാണ് കൊണ്ടു നടത്തിയിരുന്നത്. ഞങ്ങൾ അഴിമതി രഹിതമാണ്. അതുമാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരും സ്വന്തം മരുമകൻ തന്നെ എന്ത് കാര്യം പറഞ്ഞാലും അതിനെപ്പറ്റി നന്നായി അന്വേഷിച്ചതിന് ശേഷമല്ലാതെ ഒരു കാര്യത്തിലും തീരുമാനം അദ്ദേഹം എടുക്കാറില്ല, എടുത്തിട്ടുമില്ല. ഒരു രാഷ്ട്രീയക്കാരനെയും വെറുപ്പിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന മഹാവ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ, ഞങ്ങൾക്ക് നല്ല, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ലീഗുകാരുണ്ട്, എല്ലാവർക്കും ആർക്കും മറക്കാൻ പറ്റില്ല. പിന്നെ വികസനം, ഞങ്ങളെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഇവിടുന്ന് ഫറൂഖ് വരെയുള്ള മണ്ഡലമായിരുന്നു, വലിയ മണ്ഡലമായിരുന്നു. ഈ മണ്ഡലം മുഴുവൻ പാലം കൊണ്ട് ഒന്നായിട്ട് കണക്ട് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ആദ്യം തന്നെ ആ എല്ലാ പാലങ്ങളും ഏത് രാജ്യത്തേക്കുള്ള പാലമാണെങ്കിലും പരപ്പന അത് തിരുവരങ്ങാണ്ടി മണ്ഡലമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ പാലങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ, 1, 2, 3 അല്ല പറഞ്ഞാൽ തീരാത്ത പദ്ധതികൾ പലതും അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ട്. പക്ഷേ പിന്നെ അന്നത്തെ കാലവും ഇന്നത്തെ കാലമായിട്ട് വ്യത്യാസമുണ്ട്. ഇന്ന് അതല്ല, അല്ലാത്ത കാര്യങ്ങളാണ് പലതും നടക്കുന്നത്. നമുക്കും പറയാൻ വയ്യ, ആർക്കും പറയാൻ വയ്യ. ഒന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ അതാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടി ഉൾപ്പെട്ട നഹ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ നഹ, മരക്കാർ, കേയി, പിന്നെ അച്ചമ്പട്ടുകാർ, മേലെ വീട്ടിൽക്കാർ, മൊത്തം ഈ പറഞ്ഞ എല്ലാ വിഭാഗം ആൾക്കാരും ഇന്ന് കേരളത്തിൻ്റെ അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല മുതൽ ഇതുവരെ കന്യാകുമാരി വരെ പടർന്നു കിടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ആൾക്കാരുണ്ട്. ഏകദേശം 5,000-6,000 ആൾക്കാർ, ഏകദേശം 6,000-ഓളം മെമ്പർമാർ ഞങ്ങളെ ആദ്യത്തെ ഇതിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് വന്നിരുന്നു. ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ആയിരുന്നു CP കുഞ്ഞാലിക്കുട്ടിക്കായി. അദ്ദേഹം പിന്നെ ഒരു ടേമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അദ്ദേഹം MLA ആയിരുന്നു. ഇനി അറിയേണ്ടത് സാറിൻ്റെ ഫാമിലിയെ കുറിച്ചാണ്. സാറിൻ്റെ ഭാര്യ, മക്കൾ? എനിക്ക് പിന്നെ 4 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരിച്ചു. ഇനി 3 പേരുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ആയിഷ ബീവി. അവൾ ഔക്കാദർ കുട്ടിയുടെ ആദ്യത്തെ മകളാണ്.
അവളെയാണ് കല്യാണം കഴിച്ചത്. അതിൽ മക്കളുണ്ടായത് ഒന്ന് PK അബ്ദുൽ ഹമീദ്, പിന്നെ ബിസിനസ്സും ഉദ്യോഗമെല്ലാം ആയിട്ട് റിയാദിലാണ്, വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകും. പിന്നെ രണ്ടാമത്തെ ആളുള്ളത് മുനീർ, ആൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളുമായിട്ട് ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുകയാണ്. പിന്നെ മകളുള്ളത്, ഒരു മകളുള്ളത് ഇപ്പം ഹസീന എന്ന് പറയുന്ന അവൾ ഫറോക്കിലേക്ക് കല്യാണം കഴിച്ചതാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫാമിലി ഉള്ളത്. ഇതയുടെ പേരെന്താണ്? ആയിഷ ബീവി. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഔക്കാദർ കുട്ടിയുടെ മൂത്ത മകളാണ് ഇത്ത. അപ്പോൾ എന്തൊക്കെയാണ് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ? മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. ഓക്കെ, ഔക്കാദർ കുട്ടി നെഹയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഓക്കെ, മകനാണ് ഇപ്പോൾ ഇത്തയുടെ ഹസ്ബൻഡ് അല്ലേ? ഓക്കെ. പിന്നെ മകൾ എന്ന രീതിയിൽ എന്തൊക്കെയാണ് ഉപ്പയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? സാമൂഹ്യ രംഗത്ത് നിന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ കുടുംബത്തിൽ ഉപ്പ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അത്രയും സ്നേഹത്തിൽ ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് വളർത്തിയിരുന്നത്. സഹോദരന്മാരൊക്കെ എനിക്ക് 5 അഞ്ചത്തികളുണ്ട്, 3 ആങ്ങളാരുണ്ട്, ഒരാങ്ങളാണ്, താങ്കൾ അബ്ദുൾ റബ്ബ് പറഞ്ഞില്ലേ. പിന്നെ ഉമ്മ മരിച്ചുപോയി. പേരെന്തായിരുന്നു ഉമ്മയുടെ? ഉമ്മയും മക്കളെ പോലെ തന്നെ നന്നായിട്ട് എല്ലാ കാര്യത്തിലും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു അല്ലേ? 10 അംഗമായിരുന്നു, 2 ആൾ മരിച്ചുപോയി. ഞങ്ങൾ ബാക്കി 8 ആളുണ്ട്. 8 ആളൊന്നും ഒരേപോലെ തന്നെ ഞങ്ങൾ ചെയ്യും. സാമൂഹ്യ രംഗത്തുള്ള പോലെ തന്നെ ഉപ്പ വീട്ടിലെ മക്കളുടെ കാര്യത്തിലും ഭാര്യയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് എല്ലാ സഹായം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അല്ലേ? ആങ്ങളാരെക്കൊണ്ട് അങ്ങനെ ഒന്നും ഒരു വിഷമല്ല ആർക്കും. അതെ അതെ. ഇനിയൊരു ചെറിയ ഇടവേള. നഹ കുടുംബത്തിലെ ഇന്നത്തെ സമുന്നത സ്ഥാനം അലങ്കരിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബിൻ്റേത്. വിദ്യാഭ്യാസ വകുപ്പിലാണല്ലോ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, പൊതുവെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പോയ വർഷങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും പുരോഗമനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ആ ഒരു പരമ്പരാഗത രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിലുപരിയായി ഒട്ടേറെ മേഖലകൾ, ഒരുപാട് തലങ്ങളിലുള്ള വിദ്യാഭ്യാസം എന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മറ്റ് കാര്യങ്ങളെ പോലെയല്ല, അതിനൊരു അവസാനമില്ല. വിദ്യ നമുക്ക് മരണം വരെ വിദ്യാർത്ഥിയായിട്ട് തുടരാൻ കഴിയും. അതുപോലെ തന്നെ അതിന് പ്രായവുമില്ല. മാത്രവുമല്ല, പഴയ കാലഘട്ടങ്ങളിൽ പഠനം പൂർത്തിയാക്കാനും പഠിക്കാനും കഴിയാത്ത ആളുകൾക്കെല്ലാം തന്നെ പ്രായഭേദമന്യേ ഏത് ക്ലാസ്സിലെയും പരീക്ഷ എഴുതി മുന്നോട്ട് വരാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമായൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അഭൂതപൂർവമായ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മുടെ സംസ്ഥാനവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുന്നോട്ട് പോകുന്നു. ഔക്കാദർ കുട്ടി നെഹയുടെ 10 മക്കളിൽ 8ാമനായ മുഹമ്മദ് ജമാലക്കാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ഓർമ്മകളുമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇക്ക ഉപ്പയുടെ കുറിച്ചുള്ള ഓർമ്മകൾ? ഇപ്പോഴേക്ക് ഞങ്ങൾ 10 പേരുണ്ടായിരുന്നത്. അതിപ്പോൾ 2 സിസ്റ്റേഴ്സ് മരിച്ചുപോയി. ഇപ്പം നിലവിൽ ഞങ്ങൾ 8 പേരുണ്ട്. 8 പേരാണ്. ആണുങ്ങൾ ഞങ്ങൾ 3 പേരാണുള്ളത്. PK അബ്ദുൾ റബ്ബ്, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ അനിയൻ PK അൻവർ ദുബായിലാണ്. മൂത്ത സഹോദരൻ PK അബ്ദുൾ റബ്ബ് ഇപ്പോൾ കേരള വിദ്യാഭ്യാസ മന്ത്രിയാണ്. സാർ എന്തായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ പരപ്പനങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് PK അബ്ദുൾ റബ്ബ് കഴിഞ്ഞ 12 വർഷം പരപ്പനങ്ങാടി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം പിന്നെ MLA ആയി മത്സരിക്കാൻ താന്നൂരിലേക്ക് പോയ അവസരത്തിലാണ് ഞാനിവിടെ പഞ്ചായത്തിൽ മത്സരിക്കുകയും
വൈസ് പ്രസിഡൻ്റായി വരികയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3 ടേമിൽ ഇപ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ്. 2 ടേമായിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉപ്പയുടെ പാത പിന്തുടരുക തന്നെയാണ് മക്കളും? തീർച്ചയായും ഞങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ ഇപ്പോൾ പിതാവ് കഴിഞ്ഞു, അതിൻ്റെ ശേഷം അബ്ദുറബ് വന്നു, അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയനും അവിടെ ദുബായിൽ KMCCയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഈ പാരമ്പര്യമായിട്ട് തന്നെ വരികയാണ്. പിന്നെ ജനസേവനം അതൊരു വിഭാഗത്തു കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം വാപ്പ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. അഴിമതി രഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെന്നും നിലനിർത്തി പോരുകയും ചെയ്യാൻ. പിന്നെ സാറിൻ്റെ വൈഫിൻ്റെ പേര്? എൻ്റെ വൈഫ് താമരശ്ശേരി പൂന്നൂർ എന്ന് പറയും, NR ഷാഹിദയാണ്. അതാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് 3 കുട്ടികളുണ്ട്. മൂത്തവൻ ഇപ്പോൾ ലണ്ടനിൽ MBA കഴിഞ്ഞു, ഇപ്പോൾ കേരളയിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ MD ആണ്. രണ്ടാമത്തെ മകൾ അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBBS പഠിക്കുകയാണ്, രണ്ടാമത്തെ വർഷം. മൂന്നാമത്തെ മകൻ +1 പഠിക്കുന്നു തൃശ്ശൂർ. ഭാര്യ സാമൂഹ്യ രംഗത്തുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഭർത്താവിനെ വീട്ടിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഫാമിലിയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാമൂഹ്യ രംഗത്തൊക്കെ നിറഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫാമിലിയിലുള്ള ആളായതുകൊണ്ട് സാറിന്റെ വീട്ടിൽ നിന്ന് എന്തായാലും തീർച്ചയായിട്ടും അത് കിട്ടുന്നുണ്ടാവും. കിട്ടും. നേരത്തെ ഫാദറിനൊക്കെ കണ്ടു തന്നെ വളർന്നു വരുന്നതാണ്. അതിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതെൻ്റെ പ്രവർത്തനമൊക്കെ കണ്ടു തന്നെ എൻ്റെ ഭാര്യ എല്ലാവരും, വൈഫായാലും എൻ്റെ വൈഫായാലും എല്ലാവരും അത് പിതാവിനെ കണ്ട് വളർന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പം പൂർണ്ണമായ സപ്പോർട്ടൊക്കെ തന്നെ ഉണ്ട്. പിന്നെ സാർ സാമൂഹ്യ രംഗത്തല്ലാതെ വേറെ ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടോ? പിന്നുണ്ട്, അറബി കോളേജിലുണ്ട്, മദ്രസയിലുണ്ട്, പള്ളി കമ്മിറ്റിയിലുണ്ട്, പിന്നെ MES സംഘടനയിലുണ്ട്. ഇതിലൊക്കെ വേറായിട്ടും വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാ രംഗങ്ങളിലുണ്ട്. കലാരംഗത്ത് എങ്ങനെയാണ് സാറിൻ്റെ? കലാരംഗത്ത് നമ്മൾ സ്പോർട്സിലൊക്കെ ഉണ്ട്. ഫുട്ബോൾ ഇവിടെ നമ്മളെ സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെയൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. സർ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അനിയൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാർ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാത പിറന്നു ഞാൻ പറഞ്ഞത് നേരത്തെ പിന്തുണകൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ന് കേരള വിദ്യാഭ്യാസ രംഗത്ത് ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള അത്യപൂർവമായ വികസന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വരെ ഈ വിദ്യാഭ്യാസത്തിന് പുസ്തകം നൽകിയിരുന്നത് 2nd ടേം കഴിഞ്ഞ് ഫൈനൽ പരീക്ഷൻ്റെ എന്നാണ് ഉണ്ടായത്. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി അധ്യയനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുസ്തകം വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഒരുപാട് അധ്യാപകർക്ക് നിയമനം ലഭിച്ചിട്ട് പോലും ശമ്പളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തി എല്ലാവർക്കും ശമ്പളം ബാക്കിയുള്ളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് ഉത്തരവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാം. ഞാൻ പാട്ട് കേൾക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കസ്തൂരി തൈലമിട്ട് മുടിമിനിക്ക് എന്നുള്ളൊരു പാട്ട്. ആ പാട്ടെന്ന് എനിക്ക് വേണ്ടി 2 വരി പാടിയാൽ. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്തു വച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി, മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യത്തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മാറുകൊള്ള മിടുക്കി പെണ്ണ്. കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി, മുത്തോട് മുത്തു വച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി. കുറുമാ
കുടുംബത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. പുതുമുത്തമണിയിച്ചു പുളകങ്ങൾ പുതപ്പിച്ചു പൂണാരം തരും ഒരു പുതുമാരം. പുതുമുത്തമണിയിച്ചു പുളകങ്ങൾ പുതപ്പിച്ചു പൂണാരം തരും ഒരു പുതുമാരം. കസ്തൂരി തൈ